الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آياتنا إنه هو السميع البصير ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം ഇന്ന് റജബ് 21. ഒരു റജബ് 27-നായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽ ഒന്നായ ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടായതെന്ന് മുസ്ലിം ലോകം പൊതുവെ മനസ്സിലാക്കപ്പെടുന്നു. എന്നാൽ ഇത് ഐക്യകണ്ഠേനയുള്ള ഒരഭിപ്രായമല്ല. പ്രഗത്ഭരായ ചരിത്രകാരന്മാരിൽ പലരും ഇസ്രാ മിഅ്റാജ് സംഭവം ദുൽഖഅദ മാസത്തിലാണെന്നും മറ്റു ചിലർ റബീഉൽ അവ്വൽ മാസത്തിലാണെന്നുമെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളും ന്യായങ്ങളും ഉണ്ട് താനും. പക്ഷേ കലണ്ടറുകളിൽ പൊതുവെ മിഅ്റാജ് സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് റജബ് അവസാനത്തിലായതുകൊണ്ട് ഇസ്രാ മിഅ്റാജ് അനുസ്മരണത്തിന് വേണ്ടി ഈ ഖുതുബയെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേവലം ചരിത്രം പറയാൻ വേണ്ടി മാത്രമല്ല ഇത്തരം തലവാചകങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്, മറിച്ച് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ ഈ ചരിത്രം അവർക്ക് കരുത്തായി മാറേണ്ടതുണ്ട്. ഈമാനികമായി അവർക്ക് ഖുവ്വത്ത് നൽകാൻ, പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകാൻ, ശക്തി നൽകാൻ തീർച്ചയായിട്ടും ഇസ്രാ മിഅ്റാജിന്റെ എല്ലാം ചരിത്രം ഉപയുക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിന് കരുത്തു പകരുക എന്ന ദൗത്യമാണ് ഇത്തരം തലവാചകങ്ങൾ സ്വീകരിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ചരിത്രത്തിന് വേണ്ടി മാത്രം പറയുക എന്നത് മാത്രമല്ല. നമുക്കറിയാം ഇന്നത്തെ ഒരു ലോകത്തിന്റെ അവസ്ഥ. അന്തർദേശീയ തലത്തിൽ സയനിസ്റ്റ് ഭീകരവാദികളും ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വർഗീയവാദികളും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പ്രയാണം ചെയ്യുമ്പോൾ അവരെ നിയന്ത്രിക്കുവാനും അവർക്ക് കൂച്ചുവിലങ്ങിടാനും അവർക്ക് കടിഞ്ഞാണിടാനുമുള്ള ശക്തിയുള്ള പടച്ചവനുണ്ടെന്ന് ആ ഒരു ഉറച്ച ബോധ്യം
വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്രാ മിഅ്റാജ് സംഭവമടക്കമുള്ള എല്ലാ സന്ദർഭങ്ങളും. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരൊറ്റ രാവ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പ്രയാണം ചെയ്യിപ്പിച്ച ആ സംഭവം, അതാണ് ഇസ്രാ. അല്ലാഹുവിന് കഴിയും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാവ് കൊണ്ട്, ഒറ്റ രാത്രി ഉടലോടെ ഭൗതികമായി തന്നെ, അങ്ങനെയാണ് ഇസ്ലാമിക ലോകം നമ്മുടെ വിശ്വാസം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതാവണം നമ്മുടെ അഖീദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാവിൽ പ്രവാചകനെ അല്ലാഹു തആല ഉടലോടെ പ്രയാണം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. കേവലം ആത്മീയമായ പ്രയാണം മാത്രമല്ല, ഭൗതികമായ പ്രയാണമാണത്. പ്രവാചകന്റെ ശരീരം തന്നെ പ്രയാണം ചെയ്തു. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണം, അതങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം ഖുർആൻ അത് വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം. അധ്യായത്തിന്റെ തലവാചകം അൽ ഇസ്രാ, രാപ്രയാണം എന്നാണ്. ഒന്നാമത്തെ വചനവും രാപ്രയാണം പറയുന്നതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അല്ലാഹു പരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ടവൻ പ്രയാണം ചെയ്യിപ്പിച്ചു. ലൈലൻ, ഒരു രാവിലാണ് അത് നടന്നത്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹു തആല സമൃദ്ധി നൽകിയിട്ടുള്ളതിന്റെ ചുറ്റുപാടും സമൃദ്ധി നൽകിയിട്ടുള്ള മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു ആ പ്രയാണം. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയം അവൻ അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അവന്റെ കാഴ്ചക്കോ അവന്റെ കേൾവിക്കോ യാതൊരു പരിമിതിയുമില്ല, യാതൊരു പരിധിയുമില്ല. പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത കാഴ്ചയുടെയും കേൾവിയുടെയും ഉടമസ്ഥനായ നാഥൻ അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു പ്രയാണം ചെയ്യിപ്പിച്ചു തന്റെ അടിമയെ. പ്രയാണം ചെയ്ത പ്രവാചകൻ അടിമയാണ്. അബദീയത്തിന്റെ അവസ്ഥയിലാണ് ആ പ്രവാചകൻ ഉള്ളത്. ആ പ്രവാചകൻ ഒരിക്കലും തന്നെ റബ്ബല്ല. പക്ഷേ പ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു ഉടമസ്ഥനായ നാഥനാണ്. ഉടമസ്ഥനായ നാഥൻ പ്രയാണം ചെയ്യിപ്പിച്ചിട്ടുള്ളത് തന്റെ അടിമയാണ്. ഒരു രാവിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം ചെയ്താലും ഈ പ്രവാചകൻ, ആ പ്രവാചകന്റെ തലം, ആ പ്രവാചകന്റെ സ്ഥാനം ഉബൂദിയ്യത്തിന്റെ, അടിമത്വത്തിന്റെ, അബദീയത്തിന്റെ സ്ഥാനമാണെന്ന കാര്യത്തിൽ സംശയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബി അബ്ദിഹി, തന്റെ ദാസനെ കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു പരിശുദ്ധൻ എന്ന് പറഞ്ഞത്. ആശ്ചര്യജനകമായിട്ടുള്ള പ്രയാണമായിരുന്നു. പ്രവാചകന്മാരുടെ, വിവിധ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്രാ മിഅ്റാജിനെ പോലെ ആശ്ചര്യജനകമായ മറ്റൊരനുഭവവും അല്ലാഹു ഒരു പ്രവാചകന്റെയും ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ ആശ്ചര്യജനകമെന്ന് തന്നെ പറയാൻ പറ്റുന്ന, മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആശ്ചര്യജനകം എന്ന് എത്രയും നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ധാരാളം അനുഭവങ്ങൾ ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖിനീൻ. അപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അബ്രഹാം പ്രവാചകന് ആകാശഭൂമികളുടെ മലക്കൂത്തിനെ നാം കാണിച്ചു കൊടുത്തു. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് നാം കാണിച്ചു കൊടുത്തു. അധികാരസ്ഥാനങ്ങളെ മുഴുവനായും കാണിച്ചു കൊടുത്തു എന്നല്ല, അധികാരസ്ഥാനങ്ങളിൽ നിന്ന് നാം കാണിച്ചു കൊടുത്തു. മലക്കൂത്തിനെ നാം കാണിച്ചു കൊടുത്തു. വലിയകൂന മിനൽ മുഖിനീൻ.
അദ്ദേഹം ദൃഢവിശ്വാസികളിൽ അകപ്പെടുന്നതിന് വേണ്ടി, വിശ്വാസം വീണ്ടും വീണ്ടും ദൃഢീകരിക്കുന്നതിന് വേണ്ടി, ഈമാനും യഖീനും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ദ്രിയാതീതമായ അനുഭവങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അവരിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഈ പരീക്ഷണത്തിൽ പതറാതെ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, പ്രതിസന്ധികളിൽ ആടാതെ ഉലയാതെ മുന്നോട്ട് പോവാൻ സാധിക്കണം. അതിനവർക്ക് വർദ്ധിതമായ ആത്മവിശ്വാസം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയായിരുന്നു ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇന്ദ്രിയാതീതമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് അല്ലാഹു തആല കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഇസ്രാ യാത്ര. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇസ്രാ യാത്ര. അതുപോലെ ആശ്ചര്യജനകമായ മറ്റൊരു അനുഭവവും മറ്റൊരു പ്രവാചകന്റെയും ജീവിതത്തിൽ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മിഅ്റാജ് യാത്ര എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കുള്ള പ്രയാണം. അതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ആ പ്രയാണം ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അവിടെ വിശദീകരണങ്ങൾക്കും അതുപോലെ തന്നെ വ്യാഖ്യാന വൈവിധ്യങ്ങൾക്കുമൊക്കെ പഴുതുള്ള കാര്യവുമാണ്. എല്ലാവരും ഒരേ അഭിപ്രായക്കാരല്ല പണ്ഡിത ലോകം. പക്ഷെ അങ്ങനെയും ഒരു പ്രയാണം ഏതോ അർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശങ്ങളിലേക്കുള്ള ആരോഹണം, അതാണ് മിഅ്റാജ്. മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറം ഈ പ്രപഞ്ചത്തിന് പല രഹസ്യങ്ങളുമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. രഹസ്യങ്ങളുണ്ടെന്നത് ഒരു ജ്ഞാനമാണ്, ഒരു അറിവാണ്. നമുക്കൊക്കെ ആ ഒരു ബോധ്യമുണ്ട്, ആ അറിവുണ്ട്. പക്ഷേ അറിവിനപ്പുറത്ത് അതൊരു അനുഭവമാക്കി മാറ്റിക്കൊടുക്കുകയായിരുന്നു. മിഅ്റാജ് യാത്രയിൽ ആ രഹസ്യങ്ങളെ മുഴുവനായും അനാവരണം ചെയ്തു കൊടുത്തിട്ടില്ല. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ മുഴുവനായും ഒരാൾക്കും അനാവരണം ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ തിരശ്ശീല അല്പം മാത്രം ഉയർത്തിക്കൊടുത്തു. തിരശ്ശീല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്പം മാത്രം ഉയർത്തിക്കൊടുത്തു. അങ്ങനെ ആ പ്രവാചകൻ ലോകത്ത് തന്റെ ഇബാദിൽ മറ്റാരും കാണാത്ത, തന്റെ അടിമകളിൽ മറ്റാരും കാണാത്ത ഒരുപാട് ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയും ആനന്ദിക്കുകയും എന്ന് മാത്രമല്ല തലമുറകൾക്ക് ജീവിക്കാനുള്ള മുന്നറിയിപ്പുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്തകളുമായി അവിടെ നിങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയും ചെയ്തു. ഏതാണ് ഈ ഘട്ടം എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. മക്കയിൽ വലിയ മർദ്ദന പീഡനങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലമാണ്. ഹിജ്റയുടെ തൊട്ട് മുമ്പത്തെ വർഷമാണ്. എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ പീഡനങ്ങൾക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിപ്പിച്ചുകൊണ്ട് വലിയൊരു സന്ദേശം നൽകുകയാണ്. നിങ്ങൾ അസ്വസ്ഥരാവണ്ട, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളുടെ പ്രവാചകൻ അതിൽ നിന്ന് ധാരാളം കണ്ടിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു. ഈമാൻ, ആ പ്രവാചകൻ ഉണ്ടായിരുന്ന പൂർണ്ണമായ ഈമാൻ. പക്ഷേ ആ ഈമാൻ വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട്, ആ ഈമാന് വീണ്ടും കരുത്തു നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനികമായ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ഈ പ്രവാചകൻ ഇനി പ്രതിസന്ധികളിലൊന്നും പതറിപ്പോവില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ പതറില്ല, ഒരു സംശയവുമില്ല. പക്ഷേ ഈ പ്രവാചകന് തന്റെ അനുയായികൾക്ക് എത്രയും കരുത്തു നിൽക്കാനുള്ള ഈമാനികമായ ഊർജവുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ടുള്ളത്. ഈ പ്രവാചകൻ അനുഭവിച്ചിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു എന്നല്ല, അനുഭവിച്ചിരിക്കുന്നു. അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പടച്ചവന് അവന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള നിസ്സാരമായ ആ അദൃശ്യ പ്രപഞ്ചം നിയന്ത്രിക്കുന്നവനാണ് അല്ലാഹു. ഈ ഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ മാത്രമല്ല റബ്ബ്. പ്രവാചകരെ, നിങ്ങൾ കണ്ടതും അനുഭവിച്ചതും ഇനി നിങ്ങൾക്കും കാണാൻ സാധിക്കാത്തതുമായ ഒരുപാട് വലിയ ലോകം, അതാണ് ഈ പ്രപഞ്ചം. അതാണ് ഈ പ്രപഞ്ചം. അവിടെയാണ് അല്ലാഹുവിന്റെ അധികാര കേന്ദ്രങ്ങൾ വിശാലമായി കിടക്കുന്നത്. ആ പടച്ചവന്
ഈ മർദ്ദന മുറകളിൽ നിന്ന്, ഈ ശത്രുവിന്റെ എതിരാളിയുടെ പീഡനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ആ ഒരു ബോധ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഇസ്രാ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന് ലഭിച്ച ബോധ്യങ്ങൾ, ആ പ്രവാചകന് ലഭിച്ച അനുഭവങ്ങൾ ഒരു ചരിത്രമായി നമ്മൾ വായിക്കുമ്പോൾ ആ ചരിത്ര വിവരണങ്ങളിലൂടെ വരും തലമുറയ്ക്കെന്ന് മാത്രമല്ല അന്ത്യദിനം വരെയുള്ള വിശ്വാസി സമൂഹത്തിന് കരുത്ത് ലഭിക്കേണ്ടതുണ്ട്. അവരുടെ ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. ആധുനിക മുസ്ലിം സമൂഹത്തിന് അവരുടെ ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രാ മിഅ്റാജിനെ പുനർവായിക്കുമ്പോൾ അവരുടെ വിശ്വാസം വലിയ ആത്മവിശ്വാസമായിട്ട് മാറേണ്ടതുണ്ട്. ആത്മവിശ്വാസമാണ് ലഭിക്കേണ്ടത്. നമുക്കറിയാം, ആഗോളതലത്തിൽ ഖുദ്സിനും ഫലസ്തീനും നേരെ അതിക്രൂരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഫലസ്തീൻ മക്കൾ ഇരയായിക്കൊണ്ടിരിക്കുന്നവരുടെ ദുരിതങ്ങൾ അത് എത്ര പറഞ്ഞാലും തീരാത്ത അവസ്ഥയിൽ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിദാരുണമായ അവസ്ഥയിലാണ് ഫലസ്തീനികൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയവുമില്ല. കിടക്കാൻ ഇടമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ അപ്പമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ജനതയായിട്ട് ഫലസ്തീൻ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഫലസ്തീൻ മക്കൾക്ക് ആത്മവിശ്വാസം ലഭിക്കണം. ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പോരാടുന്ന, ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആത്മവിശ്വാസം ലഭിക്കണം. ആഗോളതലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും വലിയ വെല്ലുവിളികൾ ഇസ്ലാമിക സമൂഹം, വിശ്വാസി സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. നമ്മുടെ രാജ്യത്തും അന്യായങ്ങളും അനീതിയും തുടർച്ചയായി ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ ക്ഷേത്രം വന്നതോടുകൂടി വിഷയങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഗ്യാൻവാപ്പി മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം. മസ്ജിദിൽ പൂജ ആരംഭിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്തുമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന് മാത്രം ആരാധന നിർവഹിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഇടങ്ങളാണ് പള്ളികൾ, ഒരു സംശയവുമില്ല. അതാവണം പള്ളികൾ എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹുവിന്റെ കൂടെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. മറ്റാരെയും പൂജിക്കാനുള്ളതല്ല പള്ളികൾ എന്ന് പറയുന്നത്. മറ്റാർക്കെങ്കിലും ആരാധന നിർവഹിക്കാനുള്ളതല്ല പള്ളികൾ എന്ന് പറയുന്നത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്ക് എന്ത് സംഭവിച്ചു? അവരെന്തേ നിശബ്ദരായി പോയത്? പള്ളിക്കകത്താണ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കകത്താണ് ദൈവേതരമായിട്ടുള്ള ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കകത്താണ് തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട പള്ളിയിൽ അള്ളാഹുവിന് പുറമെ മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ നീതി നിഷേധങ്ങളിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. തുടർച്ചയായ നീതി നിഷേധങ്ങളിലൂടെ രണ്ട് കാര്യങ്ങളാണ് വർഗീയ ഫാസിസ്റ്റുകൾ രാജ്യത്തുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇരകളെ പ്രകോപിതരാക്കി വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക. അത് പാടില്ല, ജാഗ്രത വേണം, ഒരു സംശയവുമില്ല. അതല്ലെങ്കിൽ ഈ അനീതിയോടൊക്കെ രാജിയായി ഫാസിസത്തിന് മുമ്പിൽ കീഴടങ്ങിയ ഒരു ജനതയായി മുസ്ലിങ്ങളടക്കമുള്ള ജനവിഭാഗങ്ങളെ മാറ്റിയെടുക്കുക. ചണ്ഡി ഭണ്ഡാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ചപ്പ് ചവറുകൾ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചപ്പ് ചവറുകൾ, ആ ചപ്പ് ചവറുകളായി ഈ സമുദായത്തെ മാറ്റുക. ഷണ്ഡീകരിക്കപ്പെട്ട ജനവിഭാഗം, യാതൊരർത്ഥത്തിലുള്ള പ്രതികരണ ശേഷിയുമില്ലാത്ത ജനവിഭാഗം, ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ, നീതിക്കെതിരായ കാര്യങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് അനീതിയാണെന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗമായി ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മാറ്റിയെടുക്കുക, ഇതും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇതിലെ നീതി നിഷേധം കൃത്യമായി ചോദ്യം ചെയ്യുക തന്നെ വേണം.
ഇതിലെ പൗരാവകാശ വിരുദ്ധതയും ഇതിലെ ഭരണഘടനാ വിരുദ്ധതയും കൃത്യമായി ചോദ്യം ചെയ്യണം. അതല്ലെങ്കിൽ സ്വീകരിക്കുന്ന നിലപാട് നിഷേധാത്മകമായ നിലപാടാണ്. മതസ്പർദ്ധയുണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഭരണഘടനാ വിരുദ്ധമായ വിധികളെയും തീരുമാനങ്ങളെയും അനീതി എന്ന് വിളിക്കാനുള്ള ആർജവം സമുദായം മാത്രമല്ല മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകളും അനിവാര്യമായും പ്രകടിപ്പിച്ചേ പറ്റൂ. നമ്മൾ നിശബ്ദരായാൽ അതിനനുസരിച്ച് അജണ്ടകൾ കൂടുതൽ തീവ്രമായി ഊർജ്ജസ്വലമായി വർഗീയ ശക്തികൾ മുന്നോട്ട് നീക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ മതസംഘടനകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള മതസംഘടനകൾ കേരളത്തിനപ്പുറത്തും സമ്മേളനങ്ങൾ നടത്തി, നല്ല കാര്യം. പക്ഷേ കേവലം ശക്തി പ്രകടനം മാത്രമായി ഈ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമാനമായി നമ്മുടെ മതസംഘടനകൾ അധപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ അതല്ലെങ്കിൽ കേരളത്തിലൊരു മതസംഘടന തൊട്ടയൽ സംസ്ഥാനത്തൊരു സമ്മേളനം നടത്തുമ്പോൾ അവിടെ ആ സമ്മേളനം വീക്ഷിച്ചവർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ടാവും. പല കാര്യങ്ങളും, പല അനൗൺസ്മെന്റുകളും അവിടെ നടന്നു. നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ വാനോളം പുകഴ്ത്തുന്ന, പണ്ഡിതന്മാരിൽ ആരാണ് വലിയവൻ, നേതാക്കന്മാരിൽ ആരാണ് വലിയവൻ എന്നൊക്കെ എങ്ങനെ വാതോരാട് ഉരുവിടുന്ന അനൗൺസ്മെന്റുകൾ ആവർത്തിച്ചുകൊണ്ട് ശബ്ദമുഖരിതമായി അവിടെ നിന്ന് കേട്ടു. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് ഫലസ്തീൻ മക്കൾക്ക് വേണ്ടിയുള്ളൊരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഗസയ്ക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദം, ഗസയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രമേയം. ഇതാ രാജ്യത്ത് എപ്പോഴും പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള വർത്തമാനം. ഇതാ ബാബരി മസ്ജിദ്, ആ ഭൂമി രാമക്ഷേത്രമായി മാറിയിരിക്കുന്നു. അതിനെതിരെ അവിടെ നിന്ന് കേട്ടു നിങ്ങൾ. ഗ്യാൻവാപ്പി, ഇതാ ഇന്നലെ അവിടെ പൂജ നടന്നെങ്കിൽ മിഞ്ഞാന്ന് വിധി വന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദം കുറച്ച് കാലമായി നാട്ടിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള സംസാരങ്ങൾ അവിടെ നിന്ന് കേട്ടോ? പ്രമേയങ്ങൾ അവിടെ നിന്ന് കേട്ടോ? ഇല്ല. ആ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ പോലും വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഫലസ്തീൻ മക്കൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, അതുപോലെ നമ്മുടെ ദേശീയ തലത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമുദായവും രാജ്യത്തിലെ മതനിരപേക്ഷ മനസ്സും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങൾ, അതല്ലേ സംഘടനകളുടെ സന്ദേശങ്ങളിലും സമ്മേളനങ്ങളിലും കാര്യമായിട്ടും ഉയരേണ്ടത്. എന്തൊക്കെയോ നിരാശാബോധമോ അതല്ലെങ്കിൽ സുഖലോലുപതയോ ഈ ഉമ്മത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്ക വയ്യ. ഈ സമുദായത്തെ എന്തൊക്കെയോ ജീർണതകൾ പിടികൂടിയിരിക്കുന്നു. ഇസ്ലാം വിരുദ്ധരുടെ ശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു സമൂഹമായിട്ട് ഈ ഉമ്മത്ത് അധപ്പതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ തരം താഴാൻ പാടില്ല സഹോദരങ്ങളെ. പ്രതിയോഗികളുടെ ഭൗതികമായ സന്നാഹങ്ങളെക്കാൾ വലുത് റബ്ബിന്റെ കരുത്താണ്, അവന്റെ ശക്തിയാണ്. ആകാശഭൂമികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചവനാണ്. ആ റബ്ബാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റബ്ബിന് എല്ലാറ്റിനും കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്രാ. അതല്ലാതെ വെറുതെ ഒരു യാത്ര നടത്തിപ്പിച്ചതാണോ പ്രവാചകനെ കൊണ്ട്? അള്ളാഹുവിന്റെ കരുത്ത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ, പ്രവാചകനെ അനുഭവിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. സഹോദരങ്ങളെ, മറ്റാരുടെയും കഴിവിലല്ല, മറ്റൊരു പൈശാചിക ശക്തിയുടെയും ശക്തിയിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ച് റബ്ബിന്റെ മാത്രം കരുത്തിലും ശക്തിയിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ പരാജയപ്പെടില്ല എന്നതാണ് ഇസ്രായിന്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. റബ്ബിനെ നിങ്ങൾ അറിയണം, റബ്ബിനെ മനസ്സിലാക്കുകയാണ്, റബ്ബിനെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്, റബ്ബിന്റെ ശക്തിയെ പ്രവാചകനെ അനുഭവിപ്പിക്കുകയാണ്. ആ റബ്ബിന്റെ ശക്തിയിൽ നിങ്ങളും നിങ്ങളുടെ അനുയായികളും വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഒരു പ്രതിസന്ധികളിലും നിങ്ങളെ നിരാശ ബാധിക്കില്ല. ഒരു സാഹചര്യത്തിലും ഇസ്ലാമിക സമൂഹത്തെ നിരാശ ബാധിക്കില്ല. കാരണം റബ്ബിൽ വിശ്വസിക്കുന്നവരാണവർ. റബ്ബിന്റെ കരുത്തിലും ശക്തിയിലും എന്താ നമ്മൾ പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവെ കൂടാതെ ഒരു ശക്തിയും ഒരു കഴിവുമുള്ള ഒരാളുമില്ല. അള്ളാഹുവിന് പുറമെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. അതാണ് സഹോദരങ്ങളെ വിശ്വാസികളുടെ വിശ്വാസം പ്രഖ്യാപനം. അവരെ നിരാശ ബാധിക്കില്ല. അവരുടെ മനസ്സ് പറയും, അതല്ലെങ്കിൽ പറയണം, ഇന്നെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു പിടിക്കും.
അതാണ് നിഷേധികളായ ജനതയല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരെയും നിരാശ ബാധിക്കുകയില്ല. താൽക്കാലികമായ ചില പ്രതിഭാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ നാം പ്രാർത്ഥനയോടെ നിയമാനുസൃതമായ വഴിയിലൂടെ പണിയെടുത്താൽ അധികം താമസിയാതെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തിരിച്ചു വരും, ഒരു സംശയവുമില്ല. മസ്ജിദുകളുടെ പൂർണ്ണ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വരണം ഇൻഷാ അല്ലാഹ്. അതിനാണ് പടിയെടുക്കേണ്ടത്. നിസ്സംഗരായി നിശബ്ദരായി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ മുന്നോട്ട് പോവാൻ കഴിയില്ല, പാടില്ല. സഹോദരങ്ങളെ, തൗഹീദിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശിർക്ക് നടമാടിയിട്ടുണ്ടെങ്കിൽ അത് തൗഹീദിലേക്ക് തന്നെ മടങ്ങി വരും. അതിനെ തൗഹീദിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. സമരങ്ങളും നിയമ പോരാട്ടങ്ങളും ആവശ്യമാണ്. അങ്ങനെയായാൽ തൗഹീദിന്റെ മന്ദിരങ്ങൾ തൗഹീദിലേക്ക് തന്നെ തിരിച്ചു വരും എന്നതിന് ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. കഅബാലയമുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. കഅബാലയം തൗഹീദിന് വേണ്ടി, ആ തൗഹീദിന്റെ പ്രചാരണത്തിനും പ്രബോധനത്തിനും വേണ്ടി ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ട മന്ദിരമാണ് കഅബ എന്ന് പറയുന്നത്. പക്ഷേ ആ കഅബാലയത്തിലും ഒരു ഘട്ടത്തിൽ ശിർക്ക് നടമാടി, അവിടെ ബഹുദൈവാരാധന നടമാടി എന്ന് മാത്രമല്ല, ആ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമയുടെയും പേരിലുള്ള വിഗ്രഹങ്ങൾ പോലും അവിടെ നാട്ടപ്പെട്ടു. ചരിത്രം നമുക്കറിയാം. പിന്നീട് എന്താ സംഭവിച്ചത്? മക്ക വിജയത്തോടുകൂടി ആ കഅബാലയം ശിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കി. തൗഹീദിന്റെ ഭവനമാണത്. തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ ഭവനം തൗഹീദിന്റെ ആശയങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, തൗഹീദിന്റെ പ്രതീകമായി ലോകത്ത് എഴുന്നേറ്റുന്നു എന്നുള്ളതാണ് ആ മന്ദിരം. ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് സന്മാർഗമായി അനുഗ്രഹീത ഭവനമായി ബക്ക എന്ന പ്രദേശത്ത് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട തൗഹീദിന്റെ ആദ്യത്തെ മന്ദിരത്തിൽ പോലും ഒരു ഘട്ടത്തിൽ ശിർക്ക് നടമാടിയത് കൊണ്ട് നിരാശയൊന്നും വേണ്ട. പണിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൗഹീദിന്റെ ഭവനങ്ങൾ കഅബാലയം തിരിച്ചു വന്നതുപോലെ തീർച്ചയായിട്ടും തൗഹീദിന്റെ മന്ദിരങ്ങളായി തന്നെ മടങ്ങി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതീക്ഷയാവേണ്ടത് അസ്വസ്ഥതയോടുകൂടി, പ്രതിസന്ധിയുടെ ആ ഗൗരവത്തോടുകൂടി നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രതീക്ഷയുടെ കിരണങ്ങളാണ്. പ്രതീക്ഷയുടെ കിരണങ്ങളാവണം. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രതീക്ഷക്കുതകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, പ്രതീക്ഷയോടുകൂടി പണിയെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അതിന് സാധ്യമാവണമെങ്കിൽ തലമുറകളെ മസ്ജിദുകളുടെ പ്രാധാന്യം നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇന്നത്തോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ തൗഹീദിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട മന്ദിരങ്ങൾ തൗഹീദിന്റെ പ്രബോധന കേന്ദ്രങ്ങളും അള്ളാഹുവിന് മാത്രം ആരാധന നിർവഹിക്കപ്പെടുന്ന മന്ദിരങ്ങളുമായി മാറും. പക്ഷേ അതിന് നമ്മൾ മസ്ജിദിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും തലമുറകൾ അത് പഠിപ്പിക്കുകയും വേണം. മസ്ജിദിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടിയാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. ഒന്നാമത്തെ വചനം തന്നെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇസ്രായിലെ ഒന്നാമത്തെ വചനം, അൽ ഇസ്രായിലെ ഒന്നാമത്തെ വചനം, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകനാ ഹൗല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ലോകത്തെ ഏറ്റവും പവിത്രമായ പള്ളിയിൽ നിന്ന് ലോകത്തെ മൂന്നാമത് പവിത്രമായ പള്ളിയിലേക്കുള്ള പ്രയാണം, പള്ളിയിൽ നിന്നും മസ്ജിദിൽ നിന്നും മസ്ജിദിലേക്കുള്ള പ്രയാണം, മസ്ജിദിന്റെ പ്രാധാന്യമാണത് വിളിച്ചറിയിക്കുന്നത്. അൽ ഇസ്രായിലെ ഒന്നാമത്തെ വചനവും മസ്ജിദിന്റെ പ്രാധാന്യമാണ് വിളിച്ചറിയിക്കുന്നത്. മസ്ജിദിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. എന്തിനാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ ഇത്ര വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അവർ ചോരയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ പ്രയാസങ്ങളൊക്കെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടിയാണ്, മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടിയാണ്. ഇത് അവർ മാത്രം ചെയ്യേണ്ടതല്ല, അവർ നമുക്ക് വേണ്ടി നിർവഹിക്കുകയാണ്.
മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ലോകത്തെ മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പവിത്രമായ ആരാധനാലയമാണ്. ആ മസ്ജിദുൽ അഖ്സയെ സയനിസ്റ്റുകളുടെ അധീശത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ധാർമ്മികമായ മതപരമായ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഫർള് കിഫായയാണ്, സാമൂഹ്യ ബാധ്യതയാണ്. ആ സാമൂഹ്യ ബാധ്യതയാണ് ഖുദ്സിന്റെ മണ്ണിൽ ഫലസ്തീൻ മക്കൾ, ഗസയുടെ മക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗസയുടെ മക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അമിതമായ പണിയല്ല സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹം നിർവഹിക്കേണ്ടുന്ന പണിയാണ്. ഇസ്ലാമിക ഉമ്മത്ത് ചരിത്രത്തിൽ പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ട പ്രവാചകന്മാരെ മുഴുവനും ഇസ്ലാമിന്റെ സന്ദേശവാഹകരാണ്. ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും തൗഹീദിന്റെ സന്ദേശവാഹകരാണ്. അവർ ഈ മസ്ജിദുകൾ നിർമ്മിച്ചത് തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തൗഹീദിന്റെ പ്രചാരണത്തിനുള്ള കേന്ദ്രങ്ങൾ, തൗഹീദിന്റെ കേന്ദ്രങ്ങൾ എന്നതാണ് മസ്ജിദുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടിയാണ് അവരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന. ഗസയിലെ കുഞ്ഞുങ്ങളും തിരിച്ചറിയണം, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ മൂന്ന് പള്ളികൾക്ക് വലിയ പവിത്രതയുണ്ട്. പക്ഷേ ഇസ്ലാമിക ലോകം ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോവാൻ പാടില്ല. ഈ മൂന്ന് പള്ളികൾക്ക് മാത്രമല്ല പവിത്രതയുള്ളത്, ഇസ്ലാമിക ലോകത്തിലെ മുഴുവൻ പള്ളികൾക്കും പവിത്രതയുണ്ട്, മഹത്വമുണ്ട്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. ചെറുപ്പം മുതലേ നമ്മളൊക്കെ കാണാതെ പഠിച്ചു വെച്ച ഒരു വചനമാണ്, പ്രവാചക വചനമാണ്. അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു അയാൾക്കൊരു സ്വർഗ്ഗത്തിൽ അയാൾക്കൊരു വീട് വെച്ചു കൊടുക്കും. അതാണ് പള്ളിയുടെ മഹത്വം എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് മസ്ജിദിന്റെ നിർമ്മാണം വളരെ വിശുദ്ധമായ അവസ്ഥയിലേ ആവാൻ പാടുള്ളൂ. അത് തിരിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ, അത് തിരിച്ചറിഞ്ഞവർ തന്നെയായിരുന്നു മുഗൾ ഭരണാധികാരികളും. അതുകൊണ്ട് അവരെ കവർച്ച ചെയ്ത സ്ഥലത്ത് പള്ളികൾ നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബാബറോ ഔറംഗസീബോ അതല്ലെങ്കിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചവരോ ഇപ്പറയുന്ന ഗ്യാൻവാപി പള്ളി നിർമ്മിച്ചവരോ അവരെ കവർച്ച ചെയ്ത സ്ഥലത്ത് മസ്ജിദുകൾ നിർമ്മിച്ചിട്ടില്ല. ആ വാദം ശരിയല്ല. കാരണം കവർച്ച ചെയ്യപ്പെട്ട സ്ഥലത്ത് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവൂല എന്നതാണ് ഇസ്ലാമിക വിശ്വാസം. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മെക്കാൾ കൂടുതലൊക്കെ വിജ്ഞാനമുണ്ടായിരുന്ന ഔറംഗസീബിനെ പോലുള്ള അതല്ലെങ്കിൽ മുഗൾ ഭരണാധികാരികൾ, എല്ലാവരെ കുറിച്ചല്ല പറഞ്ഞത്, ഔറംഗസീബിനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ബറാണത് നിർമ്മിച്ചത്, ഈ പറയുന്ന ഗ്യാൻവാപി പള്ളി ഔറംഗസീബാണെന്നും അക്ബറാണ് നിർമ്മിച്ചതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഈ ഭരണാധികാരികൾ പോട്ടെ, അവിടെ പണ്ഡിതന്മാര് ധാരാളമുള്ള കാലമല്ലേ. ആ പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്യില്ലേ? കവർച്ച ചെയ്യപ്പെട്ട സ്ഥലത്ത്, മറ്റൊരു ജനവിഭാഗത്തിന്റെ ആരാധനാലയം, ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു മസ്ജിദ് നിർമ്മിക്കാൻ ഏതെങ്കിലും ഒരു ഭരണാധികാരി മുന്നോട്ട് വന്നാൽ ആ ഭരണാധികാരിയെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യില്ലേ? ഇസ്ലാമിക ലോകത്തിന്റെ പ്രാഥമികമായ ലളിതമായിട്ടുള്ള അറിവല്ലേ കവർച്ച ചെയ്യപ്പെട്ട സ്ഥലത്ത് മസ്ജിദുകൾ നിർമ്മിക്കാൻ പാടില്ല എന്നത്. അതുകൊണ്ട് ഇവിടെ മസ്ജിദുകൾ പിടിച്ചെടുക്കുന്നു എന്ന് മാത്രമല്ല, വർഗീയ ഫാസിസം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമം, മറിച്ച് ചരിത്രത്തെ അവർ വക്രീകരിക്കുകയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്താണ് ഔറംഗസീബ് പള്ളി നിർമ്മിച്ചതെന്ന് ഇന്ന് സംഘപരിവാർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഔറംഗസീബ് നിർമ്മിച്ചതാണ് എന്നത് ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമല്ല, വളരെ ശക്തമായ ഒരു അഭിപ്രായം അക്ബർ നിർമ്മിച്ചതാണെന്ന കാര്യത്തിലുമുണ്ട്. പക്ഷെ അക്ബർ നിർമ്മിച്ചതാണെന്ന് വരുമ്പോ പല കാര്യങ്ങളും അവിടെ അവർക്ക് വിശദീകരണം നൽകേണ്ടതായി വരും. കാരണം ഔറംഗസീബിനെ അവർ വേറെ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അക്ബറിനെ സൗഹാർദ്ദത്തിന്റെ ഒരു മാലാഖയായിട്ട് ചിത്രീകരിക്കുമ്പോ ഔറംഗസീബിനെ ഒരു പൈശാചിക ഭരണാധികാരിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഔറംഗസീബിന് അവരെ കൂടുതൽ ഊന്നൽ നൽകുന്നത്. ആരാണെങ്കിലും മുഗൾ ഭരണാധികാരികൾ നിർമ്മിച്ചതാണ് ഈ പറയുന്ന ഗ്യാൻവാപി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ അവർ ഒരു ക്ഷേത്രവും തകർത്തുകൊണ്ടല്ല ഈ മസ്ജിദ് നിർമ്മിച്ചത്. സഹോദരങ്ങളെ, ആരെ നിർമ്മിച്ചാലും ഒരു ക്ഷേത്രവും ഒരു അമ്പലവും തകർത്തുകൊണ്ടല്ല, കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്തുകൊണ്ടാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കണം, അറിയണം, ഗ്യാൻവാപി പള്ളിയോട് ചേർന്ന് കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് മുഗൾ സാമ്രാജ്യത്വത്തിന്റെ പതനത്തിന് ശേഷമാണ്. ഗ്യാൻവാപി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം
ഗ്യാൻവാപ്പി പള്ളി അത് മുഗൾ ഭരണാധികാരികളിൽ ആരെങ്കിലും നിർമ്മിച്ചാൽ ഗ്യാൻവാപ്പി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം അത് നിർമ്മിച്ചത് മുഗൾ സാമ്രാജ്യത്വത്തിന്റെ പതനത്തിന് ശേഷമാണ്. ആരാണത് നിർമ്മിച്ചത്? മറാത്ത മഹാറാണിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പണിതത്. വർഗീയ ശക്തികൾ പറയുന്നത് പോലെ അമ്പലം തകർത്താണ് പള്ളി പണിതതെങ്കിൽ പള്ളിയുടെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ പ്രതാപവും മഹാറാണിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്തിട്ടില്ല. കാരണം അന്നങ്ങനെ ഒരു ആരോപണമില്ല, അന്നങ്ങനെ ഒരു ദുരാരോപണം പോലുമില്ല. അതായത് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചത് എന്നൊരു ദുരാരോപണം അന്നൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മഹാറാണി അങ്ങനെ ഒരു ശ്രമത്തിന് തുനിഞ്ഞതുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്ന ആരോപണം നിരർത്ഥകമാണെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. വ്യാജമായ ഇത്തരം ആരോപണങ്ങളുടെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് കൃത്രിമമായിട്ടുള്ള ഒരു ചരിത്രം നിർമ്മിക്കുക കൂടിയാണ് ഇവിടെ വർഗീയ ശക്തികൾ എന്ന് മനസ്സിലാക്കണം. ഇവിടെ മസ്ജിദുകൾ നഷ്ടപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ കൃത്രിമമായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഫാസിസത്തിന് അനുകൂലമായിട്ടുള്ള വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചരിത്രം നിർമ്മിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിയായ ചരിത്രം വരും തലമുറയെ പഠിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ശരിയായ ചരിത്രം പഠിപ്പിക്കണം, പള്ളികളുടെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ആ രീതിയിൽ ഇന്ന് ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി ഒരു ജനത കൈമേയ് മറന്നുകൊണ്ട് പോരാടുന്നുവെങ്കിൽ, കഠിനാധ്വാനം ചെയ്യുന്നുവെങ്കിൽ എന്താണ് അവരതിനെ പ്രേരിപ്പിക്കുന്നത്? ചരിത്രത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ പാഠഭാഗങ്ങളാണ്. ഖുദ്സിന്റെ വളരെ വലിയ വിമോചകൻ എന്ന് പറയുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഈ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഇത്ര ആവേശത്തോടുകൂടി ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി പണിയെടുക്കാൻ സാധിച്ചത് എന്തുകൊണ്ടായിരുന്നു? തന്റെ മാതാവിൽ നിന്ന് ലഭിച്ച പാഠങ്ങളായിരുന്നു. തന്റെ ഉമ്മ സലാഹുദ്ദീന്റെ ഉമ്മ എപ്പോഴും ബൈത്തുൽ മഖ്ദിസിന്റെ പ്രാധാന്യവും അതിന്റെ ചരിത്രവുമെല്ലാം സലാഹുദ്ദീന് പകർന്നു നൽകുമായിരുന്നു. ഈ പാഠമാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തനിക്ക് അധികാരവും ശക്തിയും ലഭിച്ചാൽ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി, ബൈത്തുൽ മഖ്ദിസിന്റെ മോചനത്തിന് വേണ്ടി ഇറങ്ങണമെന്ന് ഒരു പ്രചോദനം സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനസ്സിലുണ്ടാവാൻ കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ, തലമുറകളെ മസ്ജിദുകളുടെ പ്രാധാന്യം നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് മാത്രമായില്ല, മതനിരപേക്ഷ മനസ്സുകളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്ഷോഭങ്ങളും ലീഗൽ ആക്ടിവിസവും നിയമ പോരാട്ടവും വളരെയധികം ശക്തിപ്പെടുത്തേണ്ടുന്ന കാലമാണ്. നിസ്സംഗരായിരുന്നത് കൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അനർഹമായ അവകാശവാദങ്ങൾ ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങൾക്കെതിരെ ഉയരാൻ പാടില്ല. അതിനെ മുൻനിർത്തിയാണ് 991 നമ്മുടെ രാജ്യത്ത് ആരാധനാലയ നിയമം പാസാക്കുന്നത്. 947 ആഗസ്റ്റ് 15 നിലനിന്നിരുന്ന ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നതായിരുന്നു ആരാധനാലയ നിയമത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആ 991 ആരാധനാ നിയമം ഇന്നും പ്രാബല്യത്തിലുണ്ട്. ആ നിയമത്തെയെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ടാണ് നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. ഇവിടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷേ അത്തരം മൗനത്തെ സംബന്ധിച്ച പൈശാചികമായ മൗനം, പൈശാചികമായ മൗനം എന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയൂ. അതുകൊണ്ട് ജനാധിപത്യപരമായ ഭരണഘടനാപരമായ മുഴുവൻ സാധ്യതകളെയും തേടുക എന്നത് മാത്രമാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ മുമ്പിലുള്ള, മതനിരപേക്ഷ സമൂഹത്തിന്റെ മുമ്പിലുള്ള പോംവഴി എന്ന് പറയുന്നത്. അതോടൊപ്പം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ നേടേണ്ടതുണ്ട്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നാണ് നേടേണ്ടത്. അത് ഇസ്രായിൽ നിന്നാണ്, അത് മേറാജിൽ നിന്നാണ് നേടേണ്ടത്. അസ്സലാത്തു മേറാജുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആകാശാരോഹണമാണ്, മെഹറാജാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരത്തിലൂടെ റബ്ബിനോട് സഹായം ചോദിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. വിശ്വാസികളെ, നിങ്ങൾ ക്ഷമയിലൂടെ, നമസ്കാരത്തിലൂടെ റബ്ബിനോട് സഹായം ചോദിക്കുക. നിശ്ചയം അല്ലാഹു തആല ക്ഷമിക്കുന്നവരോട് കൂടെയാണ്. റസൂലുള്ളാഹിന്റെ മെഹറാജ് സഹോദരങ്ങളെ,
ആ മിഅ്റാജ് പോലെ അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്, പടച്ചവനോടുള്ള മുനാജാത്തുകളാണ്, സംഭാഷണങ്ങളാണ് നമ്മുടെ നമസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ ആ രാവിൽ എവിടെയെല്ലാം എത്തിപ്പെട്ടു, ആ യാത്ര എത്രത്തോളം ഉന്നതമായിരുന്നു. അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾക്ക് പോലും പ്രവേശനമില്ലാത്ത പല ഇടങ്ങളിലേക്കും റസൂലുള്ള കടന്നു ചെന്നു. ഇൻദ സിദ്റത്തിൽ മുൻതഹ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഭൗതിക ലോകത്തിന്റെ അതിർത്തി അവസാനിക്കുന്നിടത്തൊരു മരമുണ്ട്, സിദ്റത്തുൽ മുൻതഹ, ഇലന്ത മരം എന്നതാണ് ഒരു പരിഭാഷ. സഹോദരങ്ങളെ, അറിവുകൾ അവസാനിക്കുന്ന സ്ഥലം എന്നതാണ് സിദ്റത്തുൽ മുൻതഹയുടെ മറ്റൊരു വിശദീകരണം. അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തിപ്പെട്ടു എന്ന മിഅ്റാജിന്റെ രാവിൽ ഇൻദഹാ ജന്നത്തുൽ മഅവാ, അതിന്റെ അടുക്കൽ അഭയസ്ഥാനമായ സ്വർഗമുണ്ട്. വിശ്വാസികൾക്ക് അഭയം തേടാനുള്ള സ്വർഗം, അതിന്റെ അടുക്കലും റസൂലുള്ളാഹി എത്തിപ്പെട്ടു. ഇത് യഗ്ഷ സിദ്റത്തമാ യഗ്ഷ, ആ ഇലന്ത മരത്തെ മഹത്തായ എന്തോ ഒന്ന് മൂടുന്നുണ്ടായിരുന്നു ഖുർആൻ പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി അത് വിശദീകരിക്കുകയാണ്, വഗശിയഹ അൽവാനുൻ ലാ അദ്രി മാഹിയ, ആ ഇലന്ത മരത്തെ എന്തൊക്കെയോ നിറങ്ങൾ കൊണ്ട് മൂടുന്നുണ്ടായിരുന്നു, എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെ നിറങ്ങളായിരുന്നുവെന്ന്. പണ്ഡിതന്മാര് പറയാ, വല്ലാത്ത ആസ്വാദ്യകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ആ യാത്ര ഞങ്ങളായിരുന്നു നടത്തിയിരുന്നത് എങ്കിൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരൂല്ല, പണ്ഡിതന്മാര് പറയാ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ സാഗൽ ബസറു വമാ തഗാ, റസൂലുള്ളാഹിന്റെ കണ്ണഞ്ചി പോയി. അല്ലാഹു പറയാണ് പ്രവാചകനെ സംബന്ധിച്ച്, മാ സാഗൽ ബസറു വമാ തഗാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണഞ്ചി പോയിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിര് വിട്ടു പോയിട്ടുമില്ല. കാണേണ്ടതെല്ലാം കണ്ടു, കാണാൻ പാടില്ലാത്തതിലേക്കൊന്നും റസൂലുള്ളാഹിന്റെ കണ്ണ് തെന്നിമാറിയിട്ടുമില്ല. അതിന് മാത്രം പവിത്രമായ മിഅ്റാജ് യാത്ര. ആ യാത്രയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ലഭിച്ച സമ്മാനം, ഇന്ന തുഹ്ഫത ഉമ്മതിക സ്വലാ, നിശ്ചയം നിന്റെ സമുദായത്തിനുള്ള സമ്മാനം നമസ്കാരമാണ്. ആ നമസ്കാരം സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനം, റസൂലുള്ളാഹിയിലൂടെ നമുക്ക് നൽകിയ സമ്മാനം. ആ സമ്മാനത്തെ സന്തോഷത്തോടെ, ഒരു ബാധ്യത എന്ന പോലെ, അതല്ലെങ്കിൽ അലസമായ രീതിയിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ നിർവഹിക്കേണ്ടുന്നതല്ല നമസ്കാരം എന്ന് പറയുന്നത്. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഇന്ന ഖുർറത ഐനി ഫിസ്സലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിശ്ചയം എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാണ്, ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കുക. എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ ജ്ഞാൻവാപ്പികളുടെ പരീക്ഷണങ്ങളിലും, എല്ലാ ഖുദ്സിന്റെ പരീക്ഷണങ്ങളിലും തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവും. അതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആസ്വാദ്യകരമായ അനുഭവങ്ങൾ മാത്രമല്ല, പ്രയാസപ്പെടുത്തുന്ന ധാരാളം അനുഭവങ്ങളും റസൂലുള്ളാഹി അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ കണ്ടു, ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മുഖവും നെഞ്ചുമെല്ലാം അവരെ മാന്തി പിളർക്കുന്നു. ആരാണത്? ജിബ്രീൽ അലൈഹിസ്സലാമിയോട് റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ഈ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് നെഞ്ചും മുഖവുമെല്ലാം മാന്തി പിളർക്കുന്നവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലായില്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അറാദിഹിം, ആളുകളുടെ പച്ചമാംസം തിന്നുന്നവർ, അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നവർ, ആളുകളെ പരിഹസിക്കുന്നവർ, ഏഷണി പരദൂഷണങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ നടക്കുന്നവർ, അവരാണ്. അതാണ് മിഅ്റാജ് നൽകുന്ന മറ്റൊരു പാഠം. നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അവരുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ ഉണ്ടാവാൻ പാടില്ലെന്ന വലിയ സന്ദേശം കൂടി മിഅ്റാജ് നൽകുന്നുണ്ട്. സഹോദരങ്ങൾ, ഒരുപാട് പാഠങ്ങളുണ്ട് ഇസ്രായിലും മിഅ്റാജിലും നമുക്ക് ചുരുക്കാം. പക്ഷേ ഏറ്റവും വലിയ പാഠം ഇതാണ്. ഇന്ത്യയിലും ലോകത്ത് മുസ്ലിങ്ങൾ വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലമാണ്. ഇവിടെ ആശ്വാസവും ആത്മവിശ്വാസവും നൽകാൻ ഇസ്രായേലിന്റെ ചരിത്രത്തിന് സാധിക്കും. ഒരു രാത്രി കൊണ്ട് തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് ആകാശങ്ങളിലേക്കും പ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഭൂമിയിൽ നാം കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം മാത്രമല്ല, നമുക്കൊന്നും ഒട്ടുമേ കാണാൻ സാധിക്കാത്ത, അനുഭവിക്കാൻ സാധിക്കാത്ത അദൃശ്യ പ്രപഞ്ചം, അതാണ് അതിവിശാലമായി കിടക്കുന്നത്. ആ അദൃശ്യ പ്രപഞ്ചത്തിന്റെയും നിയന്ത്രണാധികാരം പടച്ചവന്റെ കരങ്ങളിലാണ്. ആ മലക്കൂത്ത് ആരുടെ കരങ്ങളിലാണോ ആ റബ്ബിനാണ് നിയന്ത്രണാധികാരം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഉമ്മാക്കി കാണിക്കുന്നത് കണ്ട് പേടിക്കുന്നവരല്ല പേടിക്കേണ്ടുന്നവരല്ല വിശ്വാസികൾ എന്ന് പറയുന്നത്. അവർക്കൊന്നും നിങ്ങളെ മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ സാധിക്കില്ലെന്ന ധൈര്യം പകർന്നു നൽകാൻ, ആത്മവിശ്വാസം പകർന്നു നൽകാൻ, കരുത്ത് പകർന്നു നൽകാൻ ഇസ്രായേലിന്റെ ചരിത്രത്തിന് സാധ്യമാവേണ്ടതുണ്ട്. ഇന്നഹും യകീദൂന കൈദം വ അകീദു കൈദാ, അല്ലാഹു പറയുന്നുണ്ടല്ലോ, നിശ്ചയം അവര് തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ,
തെറ്റായ വിധിന്യായങ്ങളിലൂടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നീതിയിൽ അധിഷ്ഠിതമല്ലാത്ത വിധിന്യായങ്ങളിലൂടെ അവർ നിങ്ങൾക്കെതിരെ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. നാളെ റിട്ടയർമെന്റ് ആണ്, നാളെ വിരാമമാണ്, ഇന്ന് മസ്ജിദിനെതിരായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുകയാണ് ജഡ്ജി. നാളെ അയാളുടെ റിട്ടയർമെന്റ് ആണ്, നാളെ വിരാമമാണ്. കാരണം ലഭിക്കാൻ പോകുന്നത് വലിയ സ്ഥാനമാനങ്ങളാണ്. അങ്ങനെ വിരാമത്തിന് ശേഷമുള്ള വലിയ സ്ഥാനമാനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഭരണകൂടം ഇച്ഛിക്കുന്ന രീതിയിലുള്ള വിധികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവര് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വാക്കീതു കൈത, ഞാനും തന്ത്രം പ്രയോഗിക്കുകയാണ്, അള്ളാഹും തന്ത്രം പ്രയോഗിക്കുകയാണ്. അള്ളാഹുവിന്റെ തന്ത്രത്തെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ റബ്ബിന്റെ കഴിവിലും ശക്തിയിലും അവന്റെ കൂവത്തിലും കുതിരത്തിലും മലക്കൂത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതോടൊപ്പം തന്നെ ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചെയ്യാം. അതല്ലാതെ കേവലമായ തവക്കുൽ മാത്രം പോരാ. നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തതിന് ശേഷം അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ റബ്ബ് തആല ഇന്നല്ലെങ്കിൽ നാളെ സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല തൗഹീദിന്റെ മന്ദിരങ്ങളെ ശിർക്കിന്റെ പൂജകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവന്റെ മസ്ജിദുകളെ എല്ലാം പൂർണ്ണമായും വിമോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു തആല ബൈത്തുൽ മഖ്ദിസിനെ സമ്പൂർണ്ണമായും മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ ഗണത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി റബ്ബ് തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ യുവാക്കൾക്ക്
ധാർമ്മിക ബോധവും തഖ്വയും ഈമാനും സബ്റും ഇസ്തിഖാമത്തും നൽകി റബ്ബ് തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നാട്ടിൽ സൗഹാർദ്ദം നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മസ്ജിദുകളായിട്ട് തന്നെ നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ആരാധനാലയങ്ങളെ തൗഹീദിന്റെ ഭവനങ്ങളായി എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റള അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ ലാ തുഅസ്സിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മത്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന അൽ മുജാഹിദീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർഹും ഫീ ഗസ്സ. അല്ലാഹുമ്മ അൻസുർഹും ഫീ കുല്ലി മകാൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.